അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. 99.99% ആളുകളും ഈ പറഞ്ഞ വാണിജ്യവുമായി ബന്ധപ്പെട്ട വീഡിയോസിന്റെ അടിയിൽ കമന്റുകൾ, ആ കമന്റുകളെല്ലാം അങ്ങ് പറഞ്ഞ അഭിപ്രായത്തോട് സാമ്യമുള്ളതാണ്, യോജിപ്പ് ഉള്ളതായിട്ട് തോന്നുന്നു എന്ന് അങ്ങ് ഇതേ ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കുള്ളൊരു സംശയം, യഥാർത്ഥത്തിൽ ഭൂരിപക്ഷത്തിന്റെ സ്വീകാര്യതയ്ക്ക് വേണ്ടി രാഹുൽ ഈശ്വർ സ്വയം ആശയം പണയം വെക്കുന്നതാണോ? നേരെ തിരിച്ചാണ്. ലിബറലുകളുടെ കൈയടിക്ക് വേണ്ടിയിട്ട് പല ആൾക്കാരും അവരുടെ ആശയം പണയം വെക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞാലേ മീഡിയയിൽ സ്വീകാര്യത കിട്ടൂ, ഇങ്ങനെ പറഞ്ഞാലേ ചാനലിന്റെ പരിലാളന കിട്ടൂ, ഇങ്ങനെ പറഞ്ഞാലേ നിന്നെ പുരോഗമനവാദിയായി ബ്രാൻഡ് ചെയ്യൂ, ഇങ്ങനെ പറഞ്ഞാലേ മാത്രം നീ ഒരു മോഡേൺ ആണ് എന്ന് തോന്നൂ, ഇങ്ങനെ പറഞ്ഞാലേ നീ ഫെമിനിസ്റ്റ് ആകൂ എന്ന് പറഞ്ഞ് പലരും ആശയം പണയം വെക്കുകയാണ്. മാക്ക് ശ്രദ്ധിച്ചു കാണും, കഴിഞ്ഞൊരു 10 വർഷത്തിലെ എല്ലാ പ്രധാന സംഭവങ്ങളിലെയും നിലപാടുകൾ എടുത്തു നോക്കുക. ശബരിമല യുവതി പ്രവേശനം തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് ഫൈറ്റ് ചെയ്ത് തുടങ്ങിയത്. അതിലേക്കാണ് അവസാനം എല്ലാ സമൂഹവും എത്തിയത്. സുപ്രീം കോടതിയുടെ 4-1 വിധിന്യായം വന്ന് എല്ലാ രാഷ്ട്രീയക്കാരും തെള്ളിപ്പറഞ്ഞിരിക്കുന്ന അവസരത്തിലും ഞാൻ അടക്കമുള്ള വിരലെണ്ണാൻ കഴിയുന്ന ഭക്തരാണ് ഒറ്റയ്ക്ക് പോരാട്ടം തുടങ്ങുന്നത്. അതിലേക്കാണ് അവസാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ശശി തരൂറും ഒക്കെ എത്തിച്ചേർന്നത്. കാര്യം പറയുന്നതിൽ സത്യസന്ധതയുണ്ട്. ഞാൻ പറയുന്നത് ചിലപ്പോൾ ഓണസ്റ്റ്ലി തെറ്റിപ്പോയേക്കാം. ഞാൻ പറയുന്നത് 100% കാര്യം ശരിയാണെന്നൊന്നുമല്ല പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ തെറ്റിപ്പോയേക്കാം, പക്ഷെ 100% ഓണസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. ശ്രീ സിദ്ദിഖിന്റെ കേസ് എടുക്കൂ, വിജയബാബുവിന്റെ കേസ് എടുക്കൂ, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ് എടുക്കൂ, പിന്നെ ആരാ ഒമർ ലുലുവിന്റെ കേസ് എടുക്കൂ, മുകേഷ് കേസ് എടുക്കൂ. ഈ കേസുകളിലെല്ലാം നമ്മൾ നന്മയുടെ കൂടെയാണ് നിൽക്കേണ്ടത്. ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പരാതി പറഞ്ഞു എന്ന് പറഞ്ഞ് ആണിനെ അങ്ങ് മോശക്കാരനാക്കാം എന്ന് ചിന്തിക്കുന്നത്, നമ്മൾ ആണുങ്ങൾ മാക്കും ഞാനും ഓർക്കേണ്ടത്, നാളെ നമുക്കെതിരെ ഇതേപോലെ വ്യാജ പരാതി ഒന്നും ആരും കാണില്ല. സിദ്ദിഖിന് കാശുണ്ട് സുപ്രീം കോടതിയിൽ പോവാൻ, നമുക്കങ്ങനെ കാശ് പോലും ഇല്ല, നമ്മൾ ജയിലിൽ കിടക്കും. അതായത് നമ്മളെ പോലെ സാധാരണക്കാർ വന്നാലേ നമ്മളെ പോലുള്ള സാധാരണക്കാരെ വന്നാലേ രാമൻപിള്ള സാറിനെ പോലെ വലിയ അഡ്വക്കേറ്റ്സിനെ കൊണ്ടുവരാൻ നമുക്ക് കാശ് കാണില്ല, അല്ലെങ്കിൽ ഹൈക്കോടതി ജാമ്യം കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതി പോകാന്ന് കാണില്ല. ഇപ്പൊ മുകുൾ റോഹത്തകിയൊക്കെ വന്നു, 10-50 ലക്ഷം രൂപയെങ്കിലും ചെലവായി കാണും. എന്റെ ആകെ ജീവിതത്തിൽ സമ്പാദിച്ച് വെച്ചത് മുഴുവൻ കേസിന് എടുക്കാൻ നമുക്ക് പറ്റൂ? ഇല്ല. എന്നാൽ ജയിലിൽ കിടക്കട്ടെ എന്ന് വീട്ടുകാരും വിചാരിക്കും. അപ്പൊ ഈ നാട്ടിൽ ആണുങ്ങൾക്ക് പറയാൻ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. ആണുങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ഈ വ്യാജ പീഡന പരാതി ഈ ഒരു സ്ത്രീ കൊടുക്കുന്ന സമയത്ത് അത് വ്യാജമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്കെതിരെ നടപടി എടുക്കാനുള്ള ഒരു നിയമ സംഹിത നമുക്ക് നിലവിലില്ല. ഇല്ല. ഇനി ഒന്നുകൂടെ എവിഡന്റ് ആയിട്ടൊരു കാര്യം ചോദിക്കാം. എല്ലാവരും ഓർക്കുന്ന കാര്യം, നിവിൻ പോളിക്കെതിരെ കൊടുത്ത പരാതി വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു, അല്ലെ? നിവിൻ പോളി കേരളത്തില് നമ്മുടെ മറ്റേ സിനിമയുടെ ഷൂട്ടിംഗ് മനസ്സിലായി, ധ്യാനിന്റെ അവസാന സിനിമയുടെ ഷൂട്ടിംഗ്, ഞാൻ പേര് വിട്ടു. ധ്യാനും നമ്മുടെ പ്രണവും ഒക്കെയുള്ള ഷൂട്ടിങ്ങില് നിവിൻ പോളി ഇവിടെ ഷൂട്ടിങ്ങിന് നിൽക്കുകയാണ്. നിവിൻ പോളി ദുബായിൽ വെച്ച് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി കേസ് കൊടുത്തു. അവസാനം നിവിൻ കേരളത്തിലാണെന്ന് പറഞ്ഞപ്പം ആ പെൺകുട്ടി പറഞ്ഞ എന്താണെന്നറിയാമോ? അത് ഞാൻ ഉറക്കപ്പിച്ചിൽ ഡേറ്റ് മാറിപ്പോയി. പോട്ടെ, അതല്ല പ്രശ്നം. പോലീസ് അത് വ്യാജ പരാതിയാണ്. പക്ഷേ കാര്യത്തിൽ അതിലേക്ക് വരാം. ഒരു സെക്കൻഡ്. ആ പെൺകുട്ടി പറഞ്ഞത് വ്യാജ പരാതിയാന്ന് തെളിഞ്ഞല്ലോ. ആ പെൺകുട്ടിക്കെതിരെ കേസ് എടുത്തോ? ഇല്ല. അതെന്താ ഇല്ലാത്ത? ഇതാണ് നിലനിൽക്കുന്നില്ല അവിടെ. നമ്മുടെ നാട്ടില് ഉമ്മൻചാണ്ടി സാർ, കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി സാറിനെതിരെ സരിത കൊടുത്ത പരാതി കള്ളക്കേസാണെന്ന് തെളിഞ്ഞു. സരിതക്കെതിരെ കേസെടുത്തു. ഈ നാട്ടിൽ നമ്മൾ ആണുങ്ങൾക്ക് നേരെ ആരെന്ത് പറഞ്ഞാലും നമ്മൾ സോഫ്റ്റ് ടാർഗറ്റ്സ് ആണ്. നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ശ്രീ സിദ്ദിഖിന്റെ കാര്യം അടക്കം. ശ്രീ സിദ്ദിഖിനെതിരെ ഈ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയെ ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ്. അതായത് കൂടുള്ള 31 പെൺകുട്ടികൾ ഈ പെൺകുട്ടി ശരിയല്ല എന്ന് എഴുതി പരാതി ഒപ്പിട്ട് കൊടുത്ത് ചൈന മഹാരാജ്യത്ത് നിന്ന് പുറത്താക്കിയ ഒരു വ്യക്തിയാണ് ഇന്ത്യയിൽ വന്ന് സിദ്ദിഖിനെതിരെ ഈ വ്യാജ ആരോപണം ഉന്നയിക്കുന്നത്. ഒരു തെളിവുമില്ല, ഒരു കാര്യവുമില്ല. 10 വർഷം മുമ്പ് എന്നെ പീഡിപ്പിച്ചു. നാളെ മൈക്കിനെതിരെയും രാഹുൽ ഈശ്വറിനെതിരെ ഒരു പരാതി വരികയാണ്, 25 വർഷം മുമ്പ് എന്നെ പീഡിപ്പിച്ചു. ഇല്ലെന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കും? ഇല്ല. അപ്പം നമ്മൾ ജയിലിൽ കിടക്കും. എന്നിട്ട് മീഡിയക്കാർ എന്ത് പറയും? മീഡിയക്കാർ പറയാ ആണല്ലേ 2 ദിവസം ജയിലിൽ കിടക്കട്ടെ. അതായത് പുരോഗമനവാദം എന്ന് പറഞ്ഞാൽ പുരുഷ വിരോധമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഈ പറയുന്നത് ഈ നാട്ടിൽ വളർന്നു വരുന്ന ഓരോ ആൺകുട്ടികൾക്കും കൂടെ വേണ്ടിയിട്ടാണ്. അതായത് പണ്ട് നമ്മുടെ അമ്മ പെൺകുട്ടികളോട് പറയുമായിരുന്നു, മോളെ ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇലയും വീണാലും ഇലയ്ക്കാണ് ദോഷവും.
ഇന്ന് നമ്മൾ മാറ്റി പറയേണ്ട അവസ്ഥ, ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും ആണാണ് ജയിലിൽ പോകേണ്ടി വരിക, അനിയാ അല്ലെങ്കിൽ ചേട്ടാ സൂക്ഷിച്ച് ജീവിക്കണമെന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ നാടിന്റെ പ്രശ്നം. എല്ലാവർക്കും എല്ലാവരോടും തിരിക്കും, എല്ലാവർക്കും എല്ലാരെയും ഏറി കയറ്റണം, എല്ലാവർക്കും എല്ലാരെയും അധിക്ഷേപിക്കണം. ഇതാണ് കലി. ഈ കലിയെ അതിജീവിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങേക്ക് ആറാട്ടണനെ അറിയാവോ? അറിയാന്ന് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണ്. ഈ ആറാട്ടണനെതിരെയും പിന്നെ ഈ അലിൻ ജോസ് പെരേര എന്നിട്ട് ഒരു ഗ്യാങ് ഉണ്ട്. ഇവർക്കെതിരെ മൊത്തത്തില് ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ട് ഫേക്ക് ആയിട്ട് ഒരു കേസ് കൊടുത്തു. കേസ് കൊടുക്കുന്ന സമയത്ത് തന്നെ പോലീസിന് മനസ്സിലായി ഇത് ഫേക്കാന്നുള്ളത്. അപ്പൊ FIR ഫയലായ ഉടനെ ഞാൻ സന്തോഷ് വർഗീനാണ് പുള്ളിയുടെ പേര്, സന്തോഷ് വർഗീനെയും കൊണ്ട് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോയി. ഈ പറഞ്ഞ FIR വീണ സ്റ്റേഷനിൽ പോയ സമയത്ത് ഞാനിതെല്ലാം പറഞ്ഞു. ഇയാൾ കണ്ടിട്ടില്ല, ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ആളെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഒരു പരിചയമില്ല. അങ്ങനെ ഒരാള് ഇയാൾ സന്തോഷ് വർഗി ചുക്കാൻ പിടിച്ചു, പീഡനത്തിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തയൊക്കെ വന്നിരുന്നു. പോലീസ് നടപടി എടുത്തിട്ടില്ല. കാരണം അറസ്റ്റ് ചെയ്യണമെങ്കിൽ തെളിവ് വേണം, തെളിവില്ല. അല്ല, ഇനി അങ്ങനെയാണ്. പല കേസിലുമേ അറസ്റ്റ് ചെയ്യണമെങ്കിൽ തെളിവില്ലാതെ തന്നെ ചെയ്യും. എന്നിട്ട് എന്ത് പറയുന്നറിയാവോ? തെളിവ് കിട്ടാൻ വേണ്ടി അറസ്റ്റ് ചെയ്താന്ന് പറയും. എന്നിട്ട് എന്ത് പറയുന്നറിയാവോ? അതായത് ഇപ്പൊ ഏറ്റവും കൗതുകമുള്ള ഒരു സാധനമാണ്. ഞാനൊരു കൗതുകമുള്ള കാര്യം എന്നെ ഉദാഹരണമാക്കി പറയാം, അപ്പൊ ആരെയും വിഷമിപ്പിക്കാത്ത രീതിയിൽ പറയാം. രാഹുൽ ഈശ്വറിനെ പീഡിപ്പിച്ചു, എന്നിട്ട് ഫോണിൽ ദൃശ്യങ്ങൾ എടുത്തു, എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറയും. അപ്പൊ പോലീസുകാർ വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? എന്റെ മൊബൈൽ ഫോൺ അടക്കമുള്ളത് പിടിച്ചെടുക്കും. ഞാൻ പറയാം സാറേ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ ചെയ്തിട്ടില്ല എന്നെങ്ങനെ പ്രൂവ് ചെയ്യും? അപ്പൊ മറ്റേ ആൾ എന്ത് പറയുന്നറിയോ? സാർ വേറൊരു മൊബൈൽ ഫോണിലാണ്, ആ മൊബൈൽ ഫോൺ കൊണ്ടുവരണമെന്ന് പറയും. ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരും? ഇല്ലാത്തൊരു കാര്യം എവിടെ നിന്ന് കൊണ്ടുവരും? ഇതിന്റെ പ്രശ്നം നമ്മൾ ആണുങ്ങൾ, ഇപ്പൊ താങ്കൾ നാളെ പറയുന്ന ഒരു കാഴ്ചപ്പാട് ആർക്കെങ്കിലും വിരോധം തോന്നിയിരിക്കട്ടെ, ഓക്കെ, എന്നാ അവനെതിരെ ഒരു കേസ് ഫെയിൽ ചെയ്ത് കളയാം. കാര്യം കേസ് ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെൺകുട്ടി ആരാന്ന് ലോകം അറിയത്തോലുമില്ല, പെൺകുട്ടി ആരാന്ന് അറിയുന്നില്ല. പകരം നമ്മൾ പോയി കിടക്കും, നമ്മുടെ ഫോട്ടോ എല്ലായിടത്തും വരും. ഇനി നാളെ നമ്മളെ കോടതി വെറുതെ വിട്ടുന്നിരിക്കട്ടെ, നമ്മുടെ ആ വാർത്ത പോലും മാധ്യമങ്ങൾ കൊടുക്കത്തുമില്ല, അല്ലെങ്കിൽ വാർത്ത ഏറ്റവും കുറച്ച് ഒരു വരിയിലും കൊടുക്കും. അപ്പൊ നമ്മുടെ ജീവിതം ഇല്ലാതാകും. അങ്ങനെ ജീവിതം മൊത്തം പീഡനവീരനായിട്ട് അറിയപ്പെടാം. ജീവിതം മൊത്തം പീഡനവീരനാണ്. എപ്പോഴെങ്കിലും ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ ഇയാൾ എന്റെ ഏറ്റവും മോശം ഫോട്ടോയിൽ രാഹുൽ ഈശ്വർ ലൈംഗിക പീഡനത്തിനകത്തായി എന്ന് പറയുന്ന ഒരു വാർത്തയും കാണും. അതാണ് സംഭവം. തീർച്ചയായും നമ്മള് വിഷയത്തിലോട്ട് വരാം. ഇപ്പോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോ സ്ത്രീകളുടെ വസ്ത്രധാരണയിൽ മാന്യത വേണമെന്ന് അങ്ങ് പറയുന്നുണ്ട്. എന്താണ് അങ്ങ് കാണുന്ന ഈ മാന്യതയുടെ അളവുകോൽ? വളരെ കൃത്യമായി ഏറ്റവും സഭ്യമായി പച്ചയ്ക്ക് പറയാം. വളരെ കൃത്യമായി ഏറ്റവും സഭ്യമായി പച്ചയ്ക്ക് പറയാം. ആണിനും പെണ്ണിനും സ്വകാര്യ ഭാഗങ്ങളുണ്ട്, പ്രൈവറ്റ് പാർട്സ് ഉണ്ട്. ഈ സ്വകാര്യ ഭാഗങ്ങൾ ആണിനുമുണ്ട് പെണ്ണിനുമുണ്ട്. പെൺ ശരീരത്തിൽ മുകളിലും താഴെയും അല്ലെങ്കിൽ ആ രീതിയിലുണ്ട്. ആ സ്വകാര്യ ഭാഗങ്ങളെ ഓവറായിട്ട് റിവീൽ ചെയ്യുന്നതോ സ്വകാര്യ ഭാഗങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്നതോ വൾഗറായി പ്രൊജക്റ്റ് ചെയ്യുന്നതോ ആണ് മാന്യതയില്ലായ്മ. ഇത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളും. ഇപ്പൊ ഒരു ആൺകുട്ടി ലെഗിങ്സ് ധരിച്ച്, ഒരു ആൺകുട്ടി ഷോർട്ടായ ഒരു ടീഷർട്ടിൽ ലെഗിങ്സ് ധരിച്ച് ശരീരത്തിന്റെ മുൻഭാഗം പ്രൊജക്റ്റ് ചെയ്ത് നടക്കുകയാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് മാന്യത ഇല്ല എന്ന് പറയുന്നത്? എനിക്കത് വെട്ടിക്കളയാൻ പറ്റുമോ എന്ന് എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷെ അങ്ങനെ അല്ലല്ലോ. ഇത് നമ്മൾ ആരെയാണ് കണ്ണടച്ചിരുട്ടാക്കി പറ്റിക്കാൻ നോക്കുന്നത്? അപ്പൊ അതിനർത്ഥം പെൺകുട്ടി മറ്റേ ചാക്കിൽ ജീവിക്കണമെന്നൊന്നുമല്ല. പകരം എല്ലാവർക്കും ഒരു മോഡറേഷൻ, മിതത്വം, മാന്യത, മര്യാദ, സഭ്യത, ഇത്തരം കാര്യങ്ങൾ വേണമെന്ന് മാത്രമാണ്. ഒരു സ്ത്രീയെ എന്തിന്റെ പേരിലാണെങ്കിലും അത് ഒരു പൊതുമധ്യത്തിൽ അപമാനിക്കുന്നത് ആർഷഭാരത സംസ്കാരത്തിന് യോജിച്ചതാണോ? 100% അല്ല. ആണല്ലോ നമ്മുടെ സംസ്കാരം. 100% തമിഴ്നാട് വിളിക്കുന്നത്. ഒരു സ്ത്രീയെ ഇനി അങ്ങനെ വസ്ത്രം ധരിച്ചു എന്നിരിക്കട്ടെ, ഹണി റോസ് രീതിയിൽ വസ്ത്രം ധരിച്ചു എന്നിരിക്കട്ടെ, അമല പോൾ എന്തെങ്കിലും രീതിയിൽ വസ്ത്രം ധരിച്ചു എന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അഭിനേത്രി അങ്ങനെ വസ്ത്രം ധരിച്ചു എന്നിരിക്കട്ടെ, അവർ വസ്ത്രം ധരിച്ചാൽ പോലും അവരെ പൊതുമധ്യത്തിൽ അപമാനിക്കുകയോ അധിക്ഷേപിക്കുകയോ ആഭാസം പറയുകയോ ചെയ്യുന്നത് ശരിയല്ല, തെറ്റാണ്. അവരെ വിമർശിക്കാം. ആ വിമർശിക്കുമ്പോൾ എങ്ങനെ വിമർശിക്കണം? സഭ്യമായി വിമർശിക്കണം, സഭ്യമായി വിമർശിക്കണം. അമല പോളിനെ ഞാൻ വിമർശിക്കുമ്പോൾ എങ്ങനെ വിമർശിക്കണം? അമല പോളിന്റെ വസ്ത്രധാരണത്തിന് കുറെ കൂടെ മിതത്വം വേണമെന്ന് പറഞ്ഞ് വിമർശിക്കണം. അല്ലാതെ അമല പോളിന്റെ ശരീരഭാഗത്തിന്റെ പേര് പറഞ്ഞ്
മോശമായി വിമർശിക്കരുത്, അല്ലെങ്കിൽ ഹണി റോസിന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ ശരീരഭാഗത്തിന്റെ പേര് പറഞ്ഞ് മോശമായി വിമർശിക്കരുത്. അമല പോൾ നിങ്ങൾ ഒരു പ്രഗത്ഭയായ നടിയാണ്, സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്, തമിഴിലടക്കം ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ നൽകിയ വ്യക്തിയാണ്. നിങ്ങൾ കോളേജിൽ പോകുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധാപൂർവ്വമായി ഡ്രസ്സ് ധരിക്കണം. യുവാക്കളുടെ ഇടയിലേക്ക് പോവുകയാണ്, പള്ളിയിലച്ചന്മാരുള്ള സ്ഥലമാണ്, പവിത്രമായ സ്ഥലമാണ്, നിങ്ങളുടെ വസ്ത്രധാരണം ശരിയല്ല, എനിക്ക് നിങ്ങളോട് വിയോജിപ്പുണ്ട് എന്ന് പറയാം. ഹണി റോസ് നിങ്ങൾ അറിയപ്പെടുന്ന ഒരു കലാകാരിയാണ്, ഒരുപാട് വർഷമായി, എനിക്കൊന്ന് 20 വർഷമായിട്ട് 18 വർഷമായിട്ട് മലയാളം സിനിമാ രംഗത്തുള്ള പ്രഗത്ഭയായ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് ഒരു ലോകത്തിൽ തന്നെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ഫാൻ ഫോളോയിങ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങളുടെ വസ്ത്രധാരണം കുറെ കൂടെ മാന്യമാകണം, നിങ്ങൾ മാതൃകയാകണം, യുവതികൾക്കും യുവാക്കൾക്കും നിങ്ങളൊരു പോസിറ്റീവായ മാർഗം കാണണം, അതുകൊണ്ട് നിങ്ങൾ തെറ്റാണ്, അല്ല നിങ്ങൾ ശരിയല്ല എന്ന് പറയണം. അല്ലാതെ വളഞ്ഞ വഴി മറ്റേ മഹാഭാരതത്തിലെ സീരിയലുണ്ട് അതിലെ കുന്തിയാണ് എന്ന് പറയരുത്. അല്ലെങ്കിൽ നേരെ തിരിച്ച് ആ ഭാഗങ്ങളോ അല്ലെങ്കിൽ ആ പ്രയോഗങ്ങളോ വെച്ച് അസഭ്യമായി പറഞ്ഞ് നമ്മൾ വേറൊരാളോട് സംസാരിക്കുമ്പോൾ അയാളെ സെക്ഷുവലി ടിറ്റിലേറ്റ് ചെയ്യാൻ സംസാരിക്കരുത്. അതായത് ഒരുതരം ലൈംഗിക ചൊവ്വയോടുകൂടി അയാളെ ലൈംഗികോദ്ദീപകമായി പറഞ്ഞ് അതിന് കയ്യടി കിട്ടാൻ ചെയ്യില്ല. അത് പല ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ്. അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഹണി റോസിനെ ബഹുമാന പുരസരം അതിശക്തമായി വിമർശിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ ലക്ഷ്മണരേഖ കടക്കില്ല, ഞാൻ ഒരിക്കലും ആ പരിധികൾ കടക്കില്ല. ഹണി റോസിനെ ഇന്നും വിമർശിക്കും, ഇന്നലെയും വിമർശിക്കും, നാളെയും വിമർശിക്കും. ഹണി റോസ് അതിരൂക്ഷമായിട്ട് എന്നെ വിമർശിക്കുന്നുണ്ട്, പക്ഷേ ഏറ്റവും നല്ല ഭാഷയിൽ ഏറ്റവും സഭ്യമായി തന്നെ ഹണി റോസ് വിമർശിക്കുന്നുണ്ട്. അങ്ങനത്തെ ഡിസ്കോഴ്സുകളല്ലേ, അങ്ങനത്തെ സംവാദങ്ങളല്ലേ നമുക്ക് വേണ്ടത്? തീർച്ചയായും അതെ. അതിപ്പോ ഈ വസ്ത്രധാരണ കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കാണുന്നത് നമ്മുടെ ഈ ഒരു സമൂഹം എന്ന് പറയുന്നത് ഒട്ടും പ്രോഗ്രസീവ് അല്ലാത്ത പഴയ ചിന്താഗതികളോടെ ഇങ്ങനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ തന്നെ കാമം തോന്നുന്ന തരത്തിലുള്ള ആളുകളുള്ള നിൽക്കുമ്പോൾ അവർക്കിടയിൽ ഇതുപോലെയുള്ള ഇപ്പൊ 2 പീസോ അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെ എറണാകുളത്ത് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. ചെറിയ സൈസ് ഷോർട്സ് ഇട്ടൊക്കെ, എനിക്ക് അതിന്റെ പേരറിയത്തില്ല, അത്രയും ചെറിയ ഷോർട്സ്, അതായത് ഒന്നും ഇട്ടിട്ടില്ല അതുപോലെ നമുക്ക് തോന്നും. നിങ്ങളുടെ വസ്ത്രധാരണ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല സേഫ് ആയിട്ടുള്ള കാര്യമല്ല. ഇനി വെസ്റ്റോ യൂറോപ്പിലൊക്കെ പോവാണെങ്കിൽ അവിടെ ഇവർക്ക് ഇതൊരു കാഴ്ചയേ അല്ല. അവർക്ക് അവിടെ അങ്ങനെ വസ്ത്രം ധരിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. കാരണം ആ സമൂഹം കുറച്ചുകൂടി പ്രോഗ്രസീവ് ആണ്, അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല അവർ വസ്ത്രം ധരിക്കുന്നത് അവരുടെ വെതറിനനുസരിച്ചിട്ടാണ്. തണുപ്പിലാണെങ്കിൽ നല്ലപോലെ അത് ധരിക്കും, ചൂടാണെങ്കിൽ ഇങ്ങനെ കടലിൽ പോവാണെങ്കിൽ ബീക്കിൽ ധരിക്കും. ആ ഒരു തരമാണ് അവരുടെ കൾച്ചർ. അത് നമ്മൾ ഇങ്ങോട്ട് കോപ്പി അടിക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടുത്തെ എന്താ പറയാ വെതറുമായിട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുമായിട്ടൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ വസ്ത്രം ധരിക്കണം എന്നുള്ള സ്പിരിറ്റിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്യും. സ്പിരിറ്റിനോട് യോജിച്ചുകൊണ്ട് വെസ്റ്റിൽ നിന്ന് നമുക്ക് ഇൻസ്പയർഡ് ആകാൻ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. വെസ്റ്റേൺ ടെക്നോളജി, വെസ്റ്റ് കൊണ്ടുവച്ച ഒരുപാട് ശാസ്ത്രത്തിന്റെ അഡ്വാൻസ്മെന്റ്, വെസ്റ്റിന്റെ സിവിലൈസേഷൻ, വെസ്റ്റിന്റെ വലിയ വലിയ കെട്ടിടങ്ങൾ, ഇതെല്ലാം ഇപ്പം വെസ്റ്റ് പിന്തുടർന്ന ഇൻഡസ്ട്രി 5.0 മാതൃക, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇതെല്ലാം വെസ്റ്റിൽ നിന്ന് നമ്മൾ ഇൻസ്പയർഡ് ആകേണ്ട കാര്യമാണ്. നമ്മളിൽ നിന്ന് വെസ്റ്റ് ഇൻസ്പയർഡ് ആകുന്ന എന്തൊക്കെയാണ്? മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ, ഏൻഷ്യന്റ് ഇന്ത്യൻ കൾച്ചർ തുടങ്ങിയ കാര്യമാണ്. ബെസ്റ്റ് ഓഫ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ആണ് നമുക്ക് വേണ്ടത്. വെസ്റ്റിന്റെ മികച്ച കാര്യങ്ങളും ഈസ്റ്റിന്റെ മികച്ച കാര്യങ്ങളും. പക്ഷേ നമ്മൾ വെസ്റ്റിന്റെ ശരിയല്ലാത്ത കാര്യങ്ങൾ ഇവിടെ നിന്ന് എടുക്കുകയും നമ്മുടെ ശരിയല്ലാത്ത പഴയ കാര്യങ്ങൾ നമ്മൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന ഒരു റോങ് മോഡലിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, ഓവറായി, അതാണ് ഓവർ എന്ന വാക്ക് പോയി, ഓവർ എക്സ്പോസിംഗ് ആയി, ഓവർ ലൈംഗികോദ്ദീപകമായി ഒരു വസ്ത്രം ധരിക്കുന്നതിന് പ്രശ്നങ്ങളുണ്ട്. 2, അങ്ങ് പറഞ്ഞതിനോട് യോജിച്ചുകൊണ്ട് തന്നെ ഒരു വരി കൂടി, പുരുഷന്റെ ലൈംഗികതയും ലൈംഗിക തൃഷ്ണയും മെയിൽ ഗെയ്സ്, ആൺ നോട്ടം എന്നൊരു വസ്തുതയും കൂടി ഉണ്ട് എന്ന് നമ്മളിത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇനി ആലങ്കാരികമായി എല്ലാവർക്കും മനസ്സിലാകാനാണ്. ചോക്ലേറ്റ് എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു സലീം കുമാർ തമാശയ്ക്ക് പറയും ദർശനേ പുണ്യം സ്പർശനേ പാപം എന്ന്. എന്നിട്ട് സലീം കുമാർ തമാശയ്ക്ക് പറയും മറ്റേ ഏതെങ്കിലും, ഞാൻ ചോദിക്കാറുണ്ട്, ഏതെങ്കിലും പെൺകുട്ടി ആൺകുട്ടിയെ റേപ്പ് ചെയ്തതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? പലപ്പോഴും ഈ ആണിന്റെ ലൈംഗിക തൃഷ്ണയെ കുറിച്ച് പറയുമ്പോൾ അതിൽ സലീം കുമാർ തമാശയ്ക്ക് പറയും ആ പാർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ. നമ്മള് 99.99% അങ്ങനെയല്ല. അതാണ് ഞാൻ പറയുന്നത്. 99.99% പുരുഷൻ സ്ത്രീയോട് ചെയ്യുന്നതാണ് ലൈംഗിക അതിക്രമം. അപ്പോ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് ബയോളജിക്കൽ റിയാലിറ്റീസ് ഉണ്ട്. ആ റിയാലിറ്റീസിനെ നമ്മൾ മറച്ചു വെക്കണ്ടെന്ന് മാത്രമാണ് അഭ്യർത്ഥന. ഇപ്പോ ഞാൻ വിഷയത്തിലോട്ടൊക്കെ വീണ്ടും പോവാം. ഇപ്പോ അമ്പലങ്ങളിലും മറ്റുള്ള ചുവർ ചിത്രങ്ങൾ അല്ലെങ്കിൽ അവിടെ കാണുന്ന ശില്പങ്ങളിൽ ഇതിൽ വളരെ മോശമായിട്ട് സ്ത്രീകളെ വരച്ച് കാണിക്കുന്നുണ്ട്. അത് മോശമാണ് എന്ന് പറയുമ്പോഴും ഞാൻ കോട്ട് ചെയ്യാണ്. അതായത് മോശമാണ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നോ അത് വളരെ വൃത്തിയുടെ സാധനമാണോ എന്നല്ല. പക്ഷെ അവിടെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാതെ ഒരു നടി
ധരിക്കുന്ന വസ്ത്രത്തെ വിമർശിക്കുന്നത് ഒരു കപട സദാചാരമല്ലേ? രണ്ട് എക്സ്പ്ലനേഷൻ ആണ് ഇതിനുള്ളത്. ഒന്ന്, ചരിത്രത്തിൽ ഞാനിപ്പം ഖജുരാഹോ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, സൂര്യക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് രണ്ട് എക്സ്പ്ലനേഷനാണ് കേൾക്കുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ കേട്ട രണ്ട് കാര്യങ്ങളും അവതരിപ്പിക്കുകയാണ്. ഒന്ന്, ഫ്രം സെക്ഷുവാലിറ്റി ടു സൂപ്പർ കോൺഷ്യസ്നസ്, സംഭോഗത്തിൽ നിന്ന് സമാധിയിലേക്ക്, ലൈംഗികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് ഉള്ള യാത്രയെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ബാഹ്യമായ ഗോളുകളിൽ ലൈംഗികതയും ആന്തരികതയിലേക്ക് പോകുമ്പോൾ ആത്മീയതയും എന്ന ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുന്നവരുണ്ട്. വേറെ ചിലർ പറയുന്നു അങ്ങനെയല്ല, ഇത് ആകർഷണത്തിന് വേണ്ടിയും ആൾക്കാരെ ഒന്നെങ്കിൽ ആകർഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി, പണ്ടത്തെ സെക്സ് എഡ്യൂക്കേഷൻ ആണെന്ന് പറയുന്നു. പക്ഷെ ചില ചുവർത്തു ചിത്രങ്ങളൊക്കെ പരിധികൾക്കപ്പുറമാണ്. ഉദാഹരണം ഞാൻ പറയുന്നതുകൊണ്ട് ആർക്കും വിരോധം തോന്നരുത്, ഞാൻ വലിയൊരു വിശ്വാസി. ആനിമൽ സെക്സ് അടക്കമുള്ള കാര്യങ്ങൾ ചിത്രീകരിക്കുന്നതും ബീസ്റ്റിയാലിറ്റി ചിത്രീകരിക്കുന്ന രംഗങ്ങളൊക്കെ ചില ചുവർത്തു ചിത്രങ്ങളിലുണ്ട്. അത്തരം കാര്യങ്ങൾ ശരിയാണെന്ന് ആർക്കും അഭിപ്രായം തോന്നുന്നില്ല. അതൊരു കാലഘട്ടത്തിൽ ഉണ്ടായതായിരിക്കും. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അതിനെ നമ്മൾ എന്താ പറയുക, ഇനി ഏതെങ്കിലും അമ്പലങ്ങൾക്ക് ചുവർ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ അത്തരം ചുവർ ചിത്രങ്ങൾ എന്തായാലും വരയ്ക്കരുത്. അത് വരയ്ക്കരുതെന്ന് പറയാനുള്ള ഓണസ്റ്റി നമുക്ക് ഉണ്ടാകണം. അല്ല, ഞാൻ പറയുന്നത് ചുവർ ചിത്രങ്ങൾ വരച്ചോട്ടെ. ചുവർ ചിത്രങ്ങൾ അമ്പലത്തിന്റെ ചരിത്രമാകാം, പുരാണമാകാം, ഐതിഹ്യമാകാം, ദശാവതാരമാകാം, എന്ത് വേണമെങ്കിലാകാം. പക്ഷേ ഈ ബീസ്റ്റിയാലിറ്റി അടക്കമുള്ള ചിത്രങ്ങൾ വരയ്ക്കരുത്. ഏതോ കാലഘട്ടത്തിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്തതായിരിക്കാം. അതിനോട് നല്ല ചിത്രങ്ങളോട് യോജിപ്പും നല്ലതല്ലാത്ത ചിത്രങ്ങളോട് വിയോജിപ്പും ഉണ്ട്. അതിനെ വിമർശിക്കുക തന്നെയാണ്. എന്നാൽ ബീസ്റ്റിയാലിറ്റി അടക്കമുള്ള ചിത്രങ്ങൾ ഇനിയുള്ള കാലത്ത് നമ്മൾ ഒരു കാരണവശാലും വരയ്ക്കരുത്. അമ്പലമാകട്ടെ പള്ളിയാകട്ടെ അത്തരം കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. ഒരു കാലത്ത് ഏതെങ്കിലും ആൾക്കാരങ്ങനെ ചെയ്തതായിരിക്കാം. അവരോട് ബഹുമാന പുരസ്സരം, അവരുടെ എന്താ പറയുക, പൈതൃകം അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനോട് വിയോജിക്കുന്നു. അങ്ങനെ വിയോജിക്കാനുള്ള ആത്മാർത്ഥത നമ്മൾ കാണിക്കണം. അല്ലാതെ അമ്പലത്തിന്റെ വെളിയിൽ ബീസ്റ്റിയാലിറ്റി ഉണ്ട്, അതിന്റെ പിന്നിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ആത്മീയമായ സങ്കരത്തെയാണ് ചിത്രകാരൻ സൂചിപ്പിച്ചതെന്നൊന്നും പറഞ്ഞ് വ്യാഖ്യാനിക്കരുത്. നമ്മുടെ നാട്ടിലെ പ്രശ്നം അതാണ്. എനിക്ക് തന്നെ അറിയാം ചില ആൾക്കാർ. ഞാൻ ഡൽഹിയിൽ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഒരാൾ അന്താരാഷ്ട്ര തള്ളെന്ന് പറഞ്ഞാൽ പെറ്റ തള്ള സഹിക്കാത്ത തള്ളു. പുള്ളി പറയാണ് ഈ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ആത്മീയമായ ബന്ധം സൂചിപ്പിക്കാനാണ് ഫിസിക്കൽ സെക്ഷുവാലിറ്റി കാണിച്ചിരിക്കുന്നത്. ഞാൻ സാറേ അത് പറഞ്ഞാൽ പോരെ. അത് ശരിയല്ല കേട്ടോ, അത് ശരിയല്ല. അത് മുമ്പത്തെ ആൾക്കാർ വരച്ചിരുന്നതായിരിക്കും. ഇതെന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുകേഷ് ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ഇത് പച്ച, ഇത് ലോകസമാധാനം, ഇത് മഞ്ഞ, ഇത് മറ്റേ വിയറ്റ്നാമിലെ കുട്ടികളുടെ പീഡനം, ഇത് ബോംബ് ചെയ്യുന്ന അമേരിക്കയുടെ, ചുമ്മാ ഒരു പടം വരച്ചിട്ട്, അതായത് മോഡേൺ ആർട്ട് എന്ന് പറഞ്ഞ് മുകേഷ് എന്തൊക്കെയോ കുറെ വരച്ചിടും. അപ്പം പ്രത്യേകിച്ച് ഒരു സൗന്ദര്യവും ഇല്ല, കാണാനൊരു രസവും ഇല്ല. പക്ഷെ മുകേഷ് ഒരു പെൺകുട്ടിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി തള്ളുകയാണ്. ഈ പച്ച എന്ന് പറയുന്ന ലോകസമാധാനവും മഞ്ഞ എന്ന് പറയുന്നത് വിയറ്റ്നാമിലെ കുട്ടികളുടെ വിലാപവും, ഈ വെറുതെ ഒരു വര വരച്ചിട്ട് ഇത് അമേരിക്കയുടെ ലോകത്തെ നിയന്ത്രിക്കാനുള്ള ആഗ്രഹത്തെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അത് ചുമ്മാ തള്ളാണ്. അപ്പം തെറ്റായി പറയണം. ബീസ്റ്റിയാലിറ്റി തെറ്റാണ്. മൃഗങ്ങളുടെ രൂപം അങ്ങനെ അമ്പലങ്ങളുടെ വെളിയിൽ വരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഇനിയുള്ള ആൾക്കാരെങ്കിലും വരയ്ക്കരുത്. ഇനി പഴയ കാലമാണ്, ആർക്കിയോളജിക്കൽ സർവേ ഒക്കെ ഇടപെട്ടത് മായ്ക്കാനോ മറയ്ക്കാനോ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനിയുള്ള കാലത്തെങ്കിലും നമ്മളത് ചെയ്യരുത്. ഇവിടെ വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഈ ആക്സിന്റെ പരസ്യം വരുമ്പോഴോ അല്ലെങ്കിൽ ഇതുപോലത്തെ വല്ല ജെട്ടിയുടെയും ബ്രായുടെയും ഒക്കെ പരസ്യം വരുന്ന സമയത്ത് ടിവിയില് കുട്ടികളുണ്ടെങ്കിൽ രക്ഷിതാക്കൾ ചാനൽ മാറ്റും. പക്ഷെ അതേപോലെ തന്നെ ഇതേ കുട്ടികളായിട്ട് ഇതേ അമ്പലത്തിൽ പോണ സമയത്ത് ഈ ചുവർചിത്രങ്ങൾ കാണുമ്പോൾ അവിടെയും വിഷയമല്ലേ യഥാർത്ഥത്തിൽ? പിന്നെ ചുവർ ചിത്രങ്ങൾ അത്ര എക്സ്പ്ലിസിറ്റ് അല്ല. പലപ്പോഴും ആഴത്തിൽ നോക്കിയാലേ തോന്നുന്നില്ല, ലൈംഗികത തോന്നുന്നില്ല. ലൈംഗികത തോന്നുകയില്ല. പിന്നെ ആഴത്തിൽ നോക്കിയാലേ അത് മനസ്സിലാവത്തുള്ളൂ. അതായത് ഇപ്പൊ പെട്ടെന്ന് നോക്കിയാലേ മനസ്സിലാവണമെന്നില്ലല്ലോ. ഇപ്പം ദൂരെ നിന്ന് അടുത്ത് വന്ന് ഇങ്ങനെ കാര്യം 100, 300, 1000 വർഷമൊന്നും ഉണ്ടാക്കിയ കാര്യങ്ങളല്ലേ. അപ്പൊ സ്കൾപ്ചേഴ്സ് ഒന്നും അത്ര വലിയ ക്ലിയർ അല്ല. ഇനി 2 ജൈന സന്യാസിമാരിൽ ദിഗംബരന്മാര് നേക്കഡാണ്, ശ്വേതംബരന്മാര് വെള്ള ഡ്രസ് ഇടും, ദിഗംബരന്മാര് നേക്കഡാണ്. കുംഭമേളയിൽ പോണ സന്യാസിമാര് നേക്കഡാണ്. അതൊരു പ്രത്യേക സാഹചര്യമാണ്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത്. ഇപ്പൊ ഫോറിനിൽ ന്യൂഡ് ബീച്ചസ് ഉണ്ട്, ന്യൂഡ് ബീച്ചസ് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പം നാളെ കുംഭമേളയിലെ ഒരു സ്വാമിയെ നമുക്കൊരു പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യാൻ വരുമ്പം സ്വാമി ദിഗംബരനായിട്ട് വന്നാൽ അതിന്ന് പറയാൻ പറ്റൂ? ഇപ്പം നാളെ നമ്മുടെ അമ്പലത്തിൽ ഒരു പരിപാടി നടക്കുകയാണ്, സ്വാമി ഒന്ന് ഇനോഗ്രേറ്റ് ചെയ്യണം, സ്വാമി ദിഗംബരനായിട്ട് വരാൻ പറയാൻ പറ്റും? ഒരു കാവ്യ ധരിച്ചുകൊണ്ട് വരണ സ്വാമി അല്ലെങ്കിൽ കറുപ്പ് ധരിച്ചുകൊണ്ട് വരണമെന്ന് പറയൂലേ? തെറ്റിനെ നമ്മൾ ന്യായീകരിക്കണ്ട. ഇതൊന്നും കുംഭമേള തെറ്റാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അതൊരു പ്രത്യേക സാഹചര്യമാണ്, സന്ദർഭമാണ്. ഇപ്പം പരിശുദ്ധ മക്കയിലേക്ക് പോകുന്നു, അതായത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ മാർഗത്തിൽ പരിശുദ്ധ മക്കയിലേക്ക് പോകുന്ന മുസ്ലിം സഹോദരങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളമുണ്ട് മേലിടണം, ഒരു വെള്ളമുണ്ട് താഴെ ഇടണം, വേറൊരു ഡ്രസ്, റൈറ്റ് ഷോൾഡർ കാണിക്കണം.
റൈറ്റ് ഷോൾഡർ കാണിക്കണം. ഞാനിപ്പം പല ഇസ്ലാമിക പണ്ഡിതന്മാരോട് ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ പോലെ, അതാണ് അവിടെ അതിന്റെ ഒരു ലോജിക്. അപ്പം ഞാൻ ഇസ്ലാമിക പണ്ഡിതന്മാരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്നത് അങ്ങ് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ എബ്രഹാം നബിയുടെ വസ്ത്രധാരണം ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ തുന്നാത്ത വസ്ത്രം ഇടണം, ഒരുപാട് എക്സ്പ്ലനേഷൻസ് കൊടുക്കാറുണ്ട്. തുന്നാത്ത വസ്ത്രം വേണം. ഇതൊക്കെ ഒരു കാലഘട്ടത്തിലെ കൾച്ചറിനെ നമ്മൾ റെസ്പെക്ട്ഫുള്ളി പോകുന്നതല്ലേ. ഇതിനൊക്കെ ഒരു മാന്യത വേണമെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ് നാളെ ഞാനൊരു ജൈന ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ദിഗംബരനായിട്ട് പോകണമെന്നാണോ? അപ്പൊ അവിടെയാണ് ഇതിനൊക്കെ ഒരു അപ്രോപ്രിയേറ്റ്നെസ്, അനുയോജ്യത, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുണ്ട്. അതൊന്ന് ചിന്തിക്കണം. ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമുക്ക് ഈ നേക്കഡ് ആയിട്ടുള്ള ബോഡി കാണണം എന്നുള്ളൊരു ത്വര നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇന്നത് വളരെ ഈസിയാണ്. പക്ഷെ പണ്ടുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്ന മാർഗം കുളിസീൻ കാണുക എന്നുള്ളതായിരുന്നു. ആ കുളിസീൻ മാറിയിട്ട് പിന്നീട് പുസ്തകങ്ങളായി, CD ആയി, കാസറ്റായി, ഇന്ന് USB ആയി, മൊബൈലിലും കാണുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്റർനെറ്റിലേക്ക് നമ്മൾ മാറി. അതെ, ഒരു ക്ലിക്കിൽ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ ഒരു ത്വര, നേക്കഡായിട്ട് കാണാനുള്ള ത്വര കുറഞ്ഞുകൊണ്ട് വരുന്നില്ലേ? പൂർണ്ണാർത്ഥത്തിൽ അത് കുറയില്ല. എന്ന് പറഞ്ഞ ഇപ്പോ അമേരിക്കയിലൊക്കെ കുറെ കൂടി ഇതുണ്ട്. അവിടെ റേപ്പുകൾ നടക്കാറില്ലേ? അവിടെ സെക്ഷുവാലിറ്റി ഇല്ലേ? ഇത് ഒരുപാട് എന്തോ അമേരിക്കയിലാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കണക്ക് വെച്ച സൗത്ത് ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ, ഇന്ത്യയെക്കാൾ കൂടുതൽ റേപ്പ് ചെയ്യപ്പെടുന്നത് അമേരിക്കയിലെ സോക്കോൾഡ് പുരോഗമനപരമായ അമേരിക്കയിലാണ്. അപ്പൊ വേണമെങ്കിൽ ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് വരും, ഇന്ത്യയിലെ പല കണക്കുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതിന്റെ 10 ഇരട്ടി എടുത്താൽ പോലും അമേരിക്കയിലാണ് കൂടുതൽ നടക്കുന്നത്. എന്റെ റീസൺ എന്ന് പറഞ്ഞാലേ, നമ്മൾ ഓവർ സെക്ഷുവലൈസ്ഡ് ആകരുത്. ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചറിവ് ഒന്നാണ്, ഓവറും ആകരുത്, അണ്ടറും ആകരുത്, ഒപ്റ്റിമമാണ് വേണ്ടത്. അമിതവുമാകരുത്, കുറവുമാകരുത്, ഒപ്റ്റിമം. ഈ ഒപ്റ്റിമമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട. ആ ഒപ്റ്റിമത്തിൽ എത്താൻ വേണ്ടിയാണ് നമ്മുടെ ഈ ചർച്ചകളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അമിതവുമാകരുത്, അണ്ടറുമാകരുത്, ഈ ഒപ്റ്റിമം ആകുന്ന ഒരു ബാലൻസ്ഡ് ആകുന്ന ആ ഒപ്റ്റിമത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ എല്ലാ യാത്രയും, എല്ലാ കാര്യവും നമ്മൾ നോക്കേണ്ടത്. What is your opinion about gender equality? നമുക്ക് വേണ്ടത് ജെൻഡർ ഇക്വാലിറ്റിയോടൊപ്പം ജെൻഡർ സെൻസിറ്റിവിറ്റിയും ജെൻഡർ ബാലൻസും ജെൻഡർ കോംപ്ലിമെന്റാരിറ്റിയുമാണ്. ആണും പെണ്ണും സെയിം അല്ല. എന്ത് ചെയ്യാൻ പറ്റും? സെയിം അല്ല. പക്ഷേ ആണിനും ബയോളജിക്കൽ ഡിഫറൻസ് മാത്രമല്ല, സൈക്കോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്, ബയോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്, ന്യൂറോളജിക്കൽ ഡിഫറൻസ് ഉണ്ട്, ബ്രെയിൻ വൈസ് ഡിഫറൻസ് ഉണ്ട്. എന്നാൽ അതോടൊപ്പം സ്ത്രീ പുരുഷന്മാർക്ക് ഒരേ ജോലി ചെയ്യുകയാണെങ്കിൽ തുല്യ വേതനം കൊടുക്കണം, തുല്യ ബഹുമാനം കൊടുക്കണം, അവസരങ്ങൾ രണ്ടുപേർക്കും ഉണ്ടാകണം. എന്നാൽ അവരുടെ വൈവിധ്യം കൂടി കണക്കിലെടുക്കണം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ചിന്താധാരയാണ് സ്ത്രീയും പുരുഷനും യാന്ത്രികമായ ഒരുപോലെയാണെന്ന്. അങ്ങനെയല്ല, സ്ത്രീ വേറെ, പുരുഷൻ വേറെ. പക്ഷേ രണ്ടുപേർക്കും പരമാവധി അവസര സമത്വം അടക്കമുള്ള കാര്യങ്ങൾ കൊടുക്കണം. ജെൻഡർ ഇക്വാലിറ്റിയോടൊപ്പം ജെൻഡർ കോംപ്ലിമെന്റാരിറ്റി, ജെൻഡർ ഡൈവേഴ്സിറ്റി വേണം. ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊരു ആശയം പൂർണ്ണമായും തെറ്റാണ്. ആരും ജെൻഡർ ന്യൂട്രൽ അല്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ജെൻഡർ ന്യൂട്രൽ അത്രേ ഉള്ളൂ. ജെൻഡർ സെൻസിറ്റിവിറ്റി ആണ് വേണ്ടത്. ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ കോംപ്ലിമെന്റാരിറ്റി, ജെൻഡർ ഇക്വിറ്റി, ഇത്തരം കാര്യങ്ങളാണ് വേണ്ടത്. ഇപ്പൊ എന്റെ സഹോദരി രാത്രി 10 മണിക്ക് വെളിയിൽ ഇറങ്ങുമ്പം പെങ്ങളെ നീ നോക്കി പോണേ എന്ന് പറയുന്നത് അവളോട് സ്നേഹമുള്ളതുകൊണ്ടാണ്. ഞാനിത് UAE-യിലാണെങ്കിലോ ഖത്തറിലാണെങ്കിലോ ഒരു പക്ഷേ കുറച്ചേ പറയുള്ളൂ. അല്ലെങ്കിൽ ഖത്തർ വേറിനോ, UAE എന്തുവാണ് ലോകത്തിലെ ഏറ്റവും സേഫായ സ്ഥലം. എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് ക്യാമറകളുണ്ട്, ലൈറ്റ് ഉണ്ട്. പക്ഷേ അണ്ണാ യൂണിവേഴ്സിറ്റി രാത്രിയിൽ പെൺകുട്ടിയെ റേപ്പ് ചെയ്യുന്ന നമ്മുടെ നാട്ടിൽ അപകടം ഉണ്ടാവുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു പോണേ എന്ന് പറയുമ്പോൾ നീ ഒരു സദാചാര ആങ്ങളെ ആവണ്ട എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? അവള് സൂക്ഷിച്ചു പോകണമെന്ന് പറയുന്നത് അവളോട് ഇഷ്ടമുള്ളതുകൊണ്ടും ബഹുമാനം ഉള്ളതുകൊണ്ടും അവളോട് കെയർ ഉള്ളതുകൊണ്ടും അല്ലേ? ഈ നാട്ടിൽ 3 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള സ്ത്രീകളെ പീഡിപ്പിക്കുന്ന പെർവേർട്സ് ഉള്ള കാലഘട്ടത്തിൽ മക്കളെ സൂക്ഷിച്ചു പോകണം, അല്ലെങ്കിൽ സഹോദരി സൂക്ഷിച്ചു പോകണം, നീ ശ്രദ്ധിക്കണേ എന്ന് പറയുമ്പോൾ ഇല്ല, എനിക്ക് 19-ാം നൂറ്റാണ്ടിന്റെ പഴകി ധരിച്ച സദാചാര മൂല്യങ്ങളിൽ നിന്നുള്ള സദാചാര അങ്ങനെ നിങ്ങൾ കളിക്കേണ്ടെന്ന് ഒരു അനിയത്തി പറയുകയാണെങ്കിൽ അവക്കൊന്നെങ്കിൽ എൻ്റെ സ്നേഹം മനസ്സിലാകുന്നില്ല, എൻ്റെ കരുതൽ മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും പുരുഷന്മാർക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും ഒരു പുരുഷ സംഘടന അനിവാര്യം തന്നെയാണ്. പുരുഷന്മാർക്കും വേണമല്ലോ. താങ്കൾ നേരത്തെ പറഞ്ഞു പുരുഷന്മാർക്ക് ഇതേപോലെയുള്ള ഫേക്ക് അലിഗേഷൻസ് വന്നാലോ. അപ്പൊ അവിടെ എല്ലാം തുണയായിട്ട് ഒരു സംഘടന വേണം എന്നുള്ളത്
നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, അത് പുരുഷ വേണം. കമ്മീഷൻ പക്ഷെ വേണം. കോമാളിത്തരമാവരുത് എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. 100%. എല്ലാ ഞാൻ രീതിയിലാണെങ്കിലും തുറന്നു പറയാം, ആരെയും വിരോധം ഇതായിട്ട് പറയല്ല. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. സോറി. അപ്പൊ അതില് പക്ഷെ ഈ കുറ്റക്കാരായ അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ടുള്ള പുരുഷന്മാരെ സംരക്ഷിക്കാനും അവരെ ന്യായീകരിക്കാനും അവരെ മാലയിട്ട് സ്വീകരിക്കാനുമാണ് ഞാൻ മെയിനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ AKMA എന്ന് പറയുന്ന സംഘടന കണ്ടിട്ടുള്ളത്. അവിടെ എല്ലാം കോമാളിയാകാൻ ആ തരത്തിലാണ്. മാത്രം ഈ സമൂഹമേ കാണുന്നത് എങ്ങനെയാണ്, ഇവിടെയുള്ള ആണുങ്ങൾ പോലും നിങ്ങളുടെ ഈ സംഘടനയെ കാണുന്നത് ഒരു കോമാളിത്തര സംഘടനയായിട്ടാണ്. ആണുങ്ങൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയായിട്ട് കൂടിയും അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ AKMA സംഘടനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ? അവിടെയാണ് സമീപനങ്ങളിൽ ഞാൻ തുറന്നു പറയുന്നത് എനിക്ക് യാതൊരു മടിയില്ല. AKMയുടെ നമ്മുടെ അജിത്ജിയാണ് അത് നയിക്കുന്നത്. പുള്ളിയുടെ ജീവിതത്തിലെ തിക്താനുഭവങ്ങൾ കാരണം, പുള്ളി ഇടപെട്ട ആൾക്കാരുടെ ആണുങ്ങളുടെ ജീവിതത്തിലെ തിക്താനുഭവം കാരണം അദ്ദേഹം മറ്റേ എക്സ്ട്രീമിലേക്ക് പോയി. മറ്റേ എക്സ്ട്രീം എന്താ? ഏത് പുരുഷൻ തെറ്റ് ചെയ്താലും അവനെ മാലയിട്ട് സ്വീകരിക്കണമെന്നായി. ഇപ്പം ബോച്ചയെ മാലയിട്ട് സ്വീകരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കാരണവശാലും ബോച്ചയെ മാലയിട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ല. ബോച്ചെ സ്വാതന്ത്ര്യ സമരത്തിന് പോയൊന്നുമല്ലല്ലോ. അതിന്റെ പ്രശ്നം എന്ന് പറയാ, ബോച്ചയെ പറഞ്ഞൊരു കാര്യം തെറ്റുപറ്റി, ബോച്ചയ്ക്ക് പോലും തെറ്റാന്നറിയാം. നമ്മൾ ബോച്ചയെ മാല ഇടാൻ പോയാൽ എന്ത് മെസ്സേജാണ് അത് കൊടുക്കുക? ബോച്ചയെ പോലും ഉള്ളിൽ എന്ത് വിചാരിക്കും? ബോച്ചയെ മാല ഇടേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ ബോച്ചയെ ജയിലിൽ ഇടേണ്ട കാര്യമില്ല. ബോച്ചയെ മാല ഇടേണ്ട യാതൊരു കാര്യവുമില്ല. അതേപോലെ ബോച്ചയെ 3 വർഷം ജയിലിൽ ഇടേണ്ട കാര്യവുമില്ല. ഇത് മറു എക്സ്ട്രീമിലേക്ക് പോകുന്നതാണ്. ഞാനാണ് AKMയുടെ പല പരിപാടി ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ അവരോട് പറയാറുണ്ട്, നമ്മൾ സ്ത്രീ വിരോധികളാകരുത്. അതായത് ഇവരുടെ എല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും സ്ത്രീ കാരണമോ ഭാര്യ കാരണമോ അല്ലെങ്കിൽ സ്ത്രീകളുടെ കള്ളപ്പരാതികൾ കാരണമോ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ജോലി പോയിട്ടുണ്ട്, കാശ് പോയിട്ടുണ്ട്, ജീവിതം വർഷങ്ങളോളം പോയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ മനസ്സിൽ ആ ദേഷ്യമാണ്, ആ കലിയാണ്, നേരത്തെ പറഞ്ഞതുപോലെ. അതുകൊണ്ട് എങ്ങനെങ്കിലും ഫെമിനിസ്റ്റ് ഈ റാഡിക്കൽ എക്സ്ട്രീമിസം ഇവിടെയുണ്ട്, അപ്പുറത്ത് ഫെമിനിസത്തിലും ഉണ്ട്. ഈ ഫെമിനിസത്തോ ഈ സ്ത്രീകളോടാണ് ആദ്യം. മെയിൽ ഷോവിനിസം നമ്മുടെ നാട്ടിലുണ്ട്, അതിന്റെ മറുപടി ഫീമെയിൽ ഷോവിനിസം അല്ല. ഇനി അടുത്ത പുരുഷന്മാരോടാണ്. റാഡിക്കൽ ഫെമിനിസം നമ്മുടെ നാട്ടിലുണ്ട്, അതിന്റെ മറുപടി റാഡിക്കൽ മെയിൽ ഷോവിനിസമോ റാഡിക്കൽ മെന്നിസമോ അല്ല. അപ്പോ ഇനി പല ആൾക്കാർ, ഞാൻ ആരെയും പേര് പറയുന്നില്ല, ഇല്ല ബോച്ചയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. ബോച്ചയ്ക്ക് പോലും ബോച്ചയ്ക്ക് തെറ്റ് പറ്റിയെന്ന് അറിയാം. ഇനി ബോച്ചയെ പോലും പറയുന്നതിനപ്പുറം നമ്മൾ പറയണത് എന്തിനാ? അപ്പൊ എങ്ങനെ? ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം പറഞ്ഞൂടെ, ബോച്ചെ മഹാഭാരതത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുന്തി ദേവിയുടെ പരാമർശം പറഞ്ഞതാണ്, അതിന് ഹണിറോസ് ഇത്രയും. ഇതാണ് കുഴപ്പമുള്ളത്. ഈ എക്സ്ട്രീമിലേക്ക് എന്റെ അടുത്ത ചോദ്യം അതായിരുന്നു. അതായത് ഈ ബസ്സില് ലൈംഗികത പ്രദർശിപ്പിച്ചു എന്ന ആരോപണത്തില് റിമാൻഡിൽ കഴിഞ്ഞ സവാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മാലയിട്ട് സ്വീകരിച്ചതും അയാളെ നിരപരാധിയാക്കാനുള്ള ഈ സംഘടനയുടെ ശ്രമമൊക്കെ നമ്മൾ കണ്ടതാണ്. ഞാൻ സവാദിന്റെ വിഷയത്തിൽ എന്നെ ചാനലുകൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വിഷയം അറിയില്ല, എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല, പക്ഷേ കേട്ടിട്ട് ശരിയാണെന്ന് തോന്നുന്നില്ല. ഇതാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഞാൻ എന്തൊരു പരിപാടിക്ക് യാത്ര ചെയ്യുകയായിരുന്നു, ഞാൻ ആ ചർച്ചയ്ക്ക് അങ്ങ് ശ്രദ്ധിച്ചാണ്. അല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ആ ചർച്ചയിൽ നിന്ന് ഞാൻ പറഞ്ഞു ഞാനത് വരില്ല, ഞാനത് വിട്ടു നിൽക്കുകയാണ്, എനിക്ക് അതിലെ മെറിറ്റ് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. സവാദിനെയും ഓടി നടന്ന് എല്ലാവരെയും ചെയ്യണ്ട. അതായത് തെറ്റ് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കലല്ല, തെറ്റ് അനീതി ഒരാളോട് കാട്ടുമ്പോൾ അതിനെ തടയുന്നതാകണം നമ്മുടെ പുരുഷ സംഘടനകൾ. അതായത് ഒരു പുരുഷൻ തെറ്റ് ചെയ്താൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ ഷീൽഡ് ചെയ്യാനുമല്ല, പകരം പുരുഷന് നേരെ അനീതി നടന്നാൽ അതിനെ പ്രതിരോധിക്കലാണ്. പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് അറിയാമോ? അപ്പുറത്തിരിക്കുന്ന ഫെമിനിസ്റ്റുകളെയും ലിബറലുകളെയും പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതിയിലേക്ക് ഇതങ്ങ് മാറി. അതാണ് പ്രശ്നം. അതായത് ഞങ്ങൾ മാലയിടും, ആ മാലയിടും, അതായത് മനസ്സിലെ വിരോധം തീർക്കുകയാണ്, അവിടെ മനസ്സിലെ കലി തീർക്കുകയാണ്, അവിടെയും എങ്ങനെങ്കിലും മനസ്സിലെ കലി അങ്ങ് പരമാവധി തീർക്കുകയാണ്. കലി തീർക്കലല്ല, നമുക്കൊരു ഒറ്റ വരിയിൽ പറഞ്ഞു തീർക്കാം, അധികം സമയം എടുക്കാതെ തന്നെ. നമുക്കൊരു മധ്യപാതയാണ് വേണ്ടത്, മിഡിൽ പാത്ത്. മിഡിൽ പാത്ത് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം റൈറ്റുമല്ല എക്സ്ട്രീം ലെഫ്റ്റുമല്ല, എക്സ്ട്രീം ഫെമിനിസ്റ്റുമല്ല എക്സ്ട്രീം മെയിൽ ഷോവനിസ്റ്റുമല്ല. നമുക്ക് എവിടെങ്കിലും ഒരു മധ്യം വേണം. ഈ മധ്യത്തിൽ ഞാൻ ഒരു പക്ഷേ സെന്റർ റൈറ്റ് ആയിരിക്കും, അങ്ങ് ഒരു പക്ഷേ സെന്റർ ലെഫ്റ്റ് ആയിരിക്കും. സെന്റർ റൈറ്റ് എന്ന് പറഞ്ഞാൽ മധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന വലത്, സെന്റർ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന വലത് അല്ലെങ്കിൽ മധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടത്. അങ്ങനെയുള്ള ഒരു സെന്റർ റൈറ്റും സെന്റർ ലെഫ്റ്റും വേണം. ഫാർ റൈറ്റും ഫാർ ലെഫ്റ്റും
തീവ്ര വലതും തീവ്ര ഇടതും വേണ്ട, നമുക്കൊരു മധ്യ സ്പേസ് വേണം. ആ സ്പേസിൽ ബോച്ചയ്ക്ക് മാല ഇടണ്ട, പക്ഷേ ബോച്ചയെ 3 വർഷവും ജയിലിലും ഇടണ്ട എന്ന് പറയുന്നൊരു നിലപാട് വേണം. ബോച്ചെ സ്വാതന്ത്ര്യ സമര പോരാളിയൊന്നുമല്ല. ബോച്ചെ ഒരു പറഞ്ഞ വാക്ക് തെറ്റിപ്പോയതിന് ജയിലിലായ അറസ്റ്റിലായ വ്യക്തിയാണ്. ബോച്ചയുടെ നല്ല കാര്യങ്ങൾ അതുകൊണ്ട് ഇല്ല എന്ന് പറയണ്ട. ബോച്ചയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, ബോച്ച ഒരുപാട് ചാരിറ്റി ചെയ്യുന്നു, നല്ല കാര്യം. പക്ഷേ ബോച്ച ഈ പറഞ്ഞത് തെറ്റായി പോയെങ്കിലും 3 വർഷം ജയിലിലിടണ്ട. ഈ ബാലൻസ് പറയാൻ ഈ നാട്ടിൽ ആളില്ലാതാകുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ പ്രശ്നം. ഒന്നെങ്കിൽ ബോച്ചയുടെ പുറത്ത്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ബോച്ചയുടെ നെഞ്ചത്ത്, അല്ലെങ്കിൽ ഹണി റോസിന്റെ പുറത്ത്. അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ പണ്ട് പറയും ഒന്നെങ്കിൽ കളരിയുടെ പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്ന്. അതായത് രണ്ടും എക്സ്ട്രീമാന്ന് പറയാനാണ്. അതേപോലെ ഇന്ന് ഒന്നെങ്കിൽ ബോച്ചയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഹണി റോസിന്റെ പുറത്ത് എന്ന് പറയുന്ന മോശം ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാകരുത്. അവിടെയാണ് ബാലൻസ് ആണ് പ്രധാനം. ആ ബാലൻസിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഈ സവാദിന്റെ കേസ് ഞാൻ വരാം. എനിക്കും അറിയില്ല അത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയില്ല. ഇനി നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതൊരു രോഗമാണ്, ഈ സെക്ഷൽ എക്സിബിഷൻ എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ ആ രോഗത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സവാദിനെ ചികിത്സിക്കുകയായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ AKM എന്ന് പറയുന്ന സംഘടന കുറച്ചുകൂടി ശ്രദ്ധേയമായേനെ. അങ്ങനെ അവർക്ക് ചെയ്യാമല്ലോ. സവാദ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തെ ന്യായീകരിക്കുന്നതിന് പകരം അയാളുടെ രോഗം തിരിച്ചറിഞ്ഞുകൊണ്ട് അയാൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ്, ഇങ്ങനെ രോഗമുള്ള ഒരാൾ വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അതിന് മുമ്പ് ആ രോഗം ചികിത്സിക്കുക എന്നുള്ളതാണ്. ഇതേ രോഗം തന്നെ ഒരു വേറെ നടനുണ്ടായിരുന്നു, മുണ്ട് പൊക്കി കാണിച്ചു. ആ നടന്റെ പേരൊക്കെ മറന്നുപോയി. പയർ നടന്റെ മകനാ. അയാൾക്കും ഇതേ രോഗമായിരുന്നു. അദ്ദേഹം രോഗമാണെന്ന് കോടതി പറയുകയും ചെയ്തു അല്ലെ? എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം രോഗമാണെന്ന് കോടതി പറയുകയും ചെയ്തു. അങ്ങ് പറഞ്ഞതിനോട് പൂർണ്ണ യോജിക്കുന്നുണ്ട്. അതായത് ഇത് വോയറിസം, എക്സിബിഷനിസം തുടങ്ങിയ വാക്കുകളാൽ പറയുന്ന ഒരു രീതിയാണ്. നമ്മുടെ സെക്ഷുവൽ ഓർഗൻസ് ബാക്കിയുള്ളവരെ കാണിക്കുന്നതിൽ നിന്നൊരു ഗ്രാറ്റിഫിക്കേഷൻ നേടുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു ചെറിയ രീതിയിൽ എല്ലാവർക്കും വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ചു കാലത്തേക്ക് ഇതുണ്ടാകാം, അമിത എക്സിബിഷനിസം ഉണ്ടാകാം. പക്ഷെ നമ്മൾ മെച്ചുവർ ആവുമ്പോൾ അതെല്ലാം നമുക്ക് സബ്സൈഡ് ചെയ്യുന്നതാണ്. ചില ആൾക്കാർക്ക് അത് സബ്സൈഡ് ചെയ്യാതെ മുമ്പോട്ട് പോകും. അത് കൗൺസിൽ ചെയ്യണം, ട്രീറ്റ് ചെയ്യണം, മെന്റർ ചെയ്യണം, ഇല്ലാതാക്കണം. ഇതാണ് വേണ്ടത്. അല്ലാതെ അങ്ങനെ ഡ്രസ്സ് മാറി കാണിച്ചാൽ പണ്ട് ബാഹുബലി പ്രതിമ എങ്ങനല്ലേ എന്ന് പറഞ്ഞ് ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെറ്റായി കാണാനുള്ള ആത്മധൈര്യം നമുക്കുണ്ടാകണം. തീർച്ചയായും രാഹുൽ ഈശ്വറും ഇത്രയും സമയം നമ്മുടെ ചാനൽ റെഡിന് വേണ്ടി സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ഈ ശബ്ദം ഇങ്ങനെ ആയതുകൊണ്ടാണ്, അതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ പറയുന്ന വാക്കുകൾ പലതും അങ്ങേക്ക് വ്യക്തമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ക്ലിയർ ആണ്. ചാനലിന്റെ പേരെന്താ? ചാനൽ റെഡ് അടക്കം. റെഡ് എന്ന് പറയുന്നത് ഏറ്റവും വൈബ്രന്റ് കളറാണ്. ചാനൽ റെഡ് അടക്കം മാക്കിന്റെ പ്രേക്ഷകർക്കടക്കം എല്ലാവിധ ആശംസകളും നേരുന്നു. ഓർക്കുക, നമ്മളെല്ലാവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ആ അഭിപ്രായ വ്യത്യാസത്തിൽ സമന്വയം കണ്ടെത്തുന്നതാണ് ജനാധിപത്യം. ആ വൈവിധ്യത്തെ വിരോധമാകാതെ സൂക്ഷിക്കുന്നതാണ് ജനാധിപത്യം. ബഹുമാന പുരസരം പരസ്പരം പോരാടുകയും വിയോജിക്കുകയും ചെയ്യുന്നതാണ് ജനാധിപത്യം. അതിനാകട്ടെ, മാക്കിന്റെ ഈ തന്ന അവസരത്തിന് എല്ലാവിധ ആശംസകളും. മാക്കിന്റെ സുഹൃത്തുക്കൾക്കെല്ലാം ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. നന്ദി. താങ്ക് യു.